വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വർക്ക് വിത്ത് നിത്യ. ഇന്ന് ആക്ച്വലി ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 75 ദിവസമായിട്ട് 75 ഹാർട്ട് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 75 ഹാർട്ട് ചലഞ്ചിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 75 ദിവസമായിട്ട് എൻ്റെ ഫേവറേറ്റ് ഫുഡായ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 75 ദിവസമായിട്ട് ഭയങ്കര ഡിറ്റർമൈൻഡായിട്ട് 75 ഹാർട്ട് ചലഞ്ച് ചെയ്ത് അത് സക്സസ്ഫുള്ളായത് സെലിബ്രേറ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഫുൾ ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യം മൂവിക്ക് പോകുന്നു, പിന്നെ ബിരിയാണി കഴിക്കുന്നു, പിന്നെ ബാക്കിയുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല. ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അപ്പോൾ എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ അതുപോലെ നടക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മുന്നേ ഓരോരോ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറയാൻ മറക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക, പിന്നെ എന്താ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോകാൻ പോവാണ്. ഇപ്പോൾ രാവിലെ അതേ ക്ലോക്ക് ഉണ്ടല്ലോ, 10 മണിയായതുകൊണ്ട് 10:20 മൂവി. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരാണ്, ഇവിടെ അടുത്തുള്ള ഫീനിക്സ് മാർക്കറ്റ് സിറ്റി PVRലാണ് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ കാണാം, ബൈ. ഞാനുണ്ടല്ലോ മൂവിക്ക് കയറുന്നതിന് മുന്നേ എല്ലാവരുടെയും ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ലേറ്റല്ല, ഞാൻ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. അപ്പോൾ ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മൂവി അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡിങ്ങാണ്. അപ്പോൾ ഇത് ഫീനിക്സ് മോളിൻ്റെ പുറം സൈഡാണ്. ഞങ്ങൾ PVR എന്ന മൂവി കണ്ടിറങ്ങി അടുത്ത ലൊക്കേഷനായ നാഗാർജുന, അതൊരു ആന്ധ്ര റെസ്റ്റോറൻറ്റാണ്. ഫീനിക്സ് മാർക്കറ്റ് സിറ്റീൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ബിരിയാണി കഴിക്കാൻ പോകാനാണ് പ്ലാൻ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നാഗാർജുന റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ വന്നു, 8 പേർക്കുള്ള സീറ്റ് ചോദിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നല്ല അടിപൊളി ആംബിയൻസൊക്കെയാണ്. അപ്പോൾ ബാംഗ്ലൂരുള്ളവർക്ക് നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നാഗാർജുന ഈസ് എ ഗുഡ് ചോയ്സ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ 8 പേരും ഇവിടെ വന്ന് ഇരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് സെറൻ ഹെൽമെറ്റ് വെച്ചു. അത് പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെനു വാങ്ങിച്ച് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. ഞാൻ ഓഫ് കോഴ്സ് ബിരിയാണി ആയിരിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 7 പേരിൽ ബാക്കിയുള്ള ആൾക്കാരിൽ 5 പേരും ബിരിയാണിയായിരുന്നു ചൂസ് ചെയ്തത്. ഒരാൾ മട്ടൻ ബിരിയാണി ചൂസ് ചെയ്തു, 2 പേര് ആന്ധ്ര മീൽസ് ചൂസ് ചെയ്തു, ബാക്കിയുള്ള 3 പേര് ബിരിയാണി തന്നെ ചൂസ് ചെയ്തു, ചിക്കൻ ബിരിയാണി തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വന്നു, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഇവിടെ ആന്ധ്ര മീൽസ് നല്ല അടിപൊളിയാണ്. ബിരിയാണി അത്ര പോരാ. ഞാനിവിടെ മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതത്ര പോരായിരുന്നു. 75 ദിവസങ്ങൾക്ക് ശേഷം എങ്ങാനും ടേസ്റ്റ്. 75 ദിവസം എന്തായിരുന്നു ഡയറ്റൊക്കെ? എന്തൊക്കെയാണ് കഴിച്ചത്? പച്ചക്കറി, അതൊന്ന് കഴിച്ചോട്ടെ എന്നൊക്കെ. ബിരിയാണി ഒന്നും ചെയ്യട്ടെ, അല്ലാതെ ഓർക്കണം.
അത് മതി, മതിയില്ലേ? കഴിച്ചോ ഒന്നും കൂടി 2 ഉരുളും കൂടി കഴിച്ചേക്ക്. അങ്ങനെ ഞാൻ നീണ്ട 75 ദിവസങ്ങൾക്ക് ശേഷം ബിരിയാണി കഴിച്ചു ഗൈസ്. സന്തുഷ്ടയായിരുന്നു. കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഓൾറെഡി ഡയറ്റൊക്കെ കൺട്രോൾഡ് ആയതുകൊണ്ട് കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. കുറച്ച് കഴിച്ചാൽ മതി, എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ പുറത്ത് വന്നു. ഞങ്ങൾ ചുമ്മാ ഒരു ഫോട്ടോ സെഷനൊക്കെ നടത്തി. ഇത് ഞാൻ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രസമായിരുന്നു, ജസ്റ്റ് ഫോർ ഫൺ വി വർ ഡൂയിങ് ഇറ്റ്. അങ്ങനെ ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ കബ്ബൺ പാർക്കിൽ പോയിട്ട് യൂനോ കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മെട്രോയിലാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അപ്പം സംസാരിക്കുന്ന കപ്പിൾസ് അപ്പൊ എന്തെങ്കിലും കിട്ടും. അങ്ങനെ ഞങ്ങൾ കബ്ബൺ പാർക്കിലെത്തി കഴിഞ്ഞാലുള്ള ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക. ആദ്യം ഞങ്ങൾ കുറച്ച് ദൂരെ നോക്കുമ്പോൾ നല്ല പച്ച കളറുള്ള നല്ല പുല്ലൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു അവിടെ പോയിരിക്കാം. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നോക്കുമ്പോൾ അത്രമാത്രം പുല്ലൊന്നുമില്ല. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വീണ്ടും നടന്നു. എന്നിട്ട് അവസാനം ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ പോയിരുന്നു. എന്നിട്ട് എന്തായിരുന്നു പരിപാടി എന്നറിയോ? യൂനോ കളിക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി. കുറച്ച് നേരം യൂനോ കളിച്ചു. എന്നിട്ട് പിന്നെ അത് ബോറടിച്ചപ്പോൾ ഞങ്ങൾ അതും നിർത്തി. എല്ലാവർക്കും എനിക്കെന്താ വേണ്ടേ? കളറി പാറ്റിൻ്റെ ഗൈസ്, എല്ലാവരും ഇത് നോക്കൂ. കളറി പാറ്റിൻ്റെ പുതിയ ടീഷർട്ടാണ് ഗൈസ്. ഡീറ്റെയിൽസ് വേണ്ടുന്നവർ ഈ നെക്കിൻ്റെ അടുത്ത് ചോദിക്കാം. ബാക്കിൽ പോസ്റ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയേ. ക്യാമറ വെള്ളത്തിൽ ചാടട്ടെ. അവിടെ നോക്കൂ, നിങ്ങൾ ഇടതെന്താണ് വലതെന്താണ് നിങ്ങളുടെ വിധാന സൗദ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ
ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പം പുറത്ത് ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ കറങ്ങി പോയി. ഏതാ വഴി? പരിചയം അവിടെ കൊണ്ട് വെച്ചു കൊടുക്ക്. നടന്നു വന്നിട്ട് ആ പരിചയം ക്ലോസ് ഷോട്ട്. പാമ്പുംകൊടി. അങ്ങനെ കോർണർ ഹൗസിലെത്തി. ഞങ്ങൾ കുറേ ഐസ്ക്രീമും ഷെയ്ക്കും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 5 ഐസ്ക്രീമും 3 ഷെയ്ക്കുമാണ് വാങ്ങിച്ചത്. ഞാൻ പിന്നെ ഇത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ട് നിങ്ങൾ അധികം കൊതിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു രസകരമായ വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ടയേർഡായിട്ട് മത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.